ഹായ് ഗൈസ്, ഞാൻ അറൗണ്ട് ഒരു 5 ഇയേഴ്സോളമായിട്ട് ഫ്രീലാൻസായിട്ട് ടാറ്റു ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഐ തോട്ട് ടാറ്റു ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് കരുതി. അപ്പോൾ നമുക്കത് കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ടാറ്റു മെഷീൻസാണ്. എൻ്റെ കയ്യിൽ 2 ടാറ്റു മെഷീൻസാണ് ഉള്ളത്. രണ്ടും വയർലെസ് ആയിട്ടുള്ള ടാറ്റു മെഷീൻസാണ്. വയർലെസ് ആയതിൻ്റെ പേരിൽ തന്നെ പോർട്ടബിളും ആണ്, മച്ച് ഈസിയർ ടു യൂസ് കമ്പയർ ടു വയർഡ് മെഷീൻസാണ്. അതേപോലെ തന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണത് വയർലെസ് ആയതിൻ്റെ പേരിൽ. ഈ മെഷീനാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മറ്റേത് ബാക്കപ്പ് മെഷീനാണ്. ഇതാണ് ടാറ്റു നീഡിൽസ്. ഇതെൻ്റെ മെഷീനിന് കമ്പാറ്റബിൾ ആയിട്ടുള്ള നീഡിൽസാണ്. ഇതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സൈസസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഓരോ ഡിസൈനിനും ഓരോ ടൈപ്പ് ഓഫ് നീഡിൽസാണ് നമ്മൾ ഉപയോഗിക്കാറ്. ടാറ്റു ചെയ്യുമ്പോൾ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് ഗ്ലൗസും പിന്നെ അതുപോലെ സാനിറ്ററി വൈപ്സും എപ്പോഴും യൂസ് ചെയ്യണം. ഇതാണ് ഇങ്ക് ക്യാപ്സ്. ഇതിലാണ് നമ്മൾ ടാറ്റുവിൻ്റെ ഇങ്ക് ഫില്ല് ചെയ്യുന്നത്. ഇതാണ് ടാറ്റു ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇങ്ക്. ഞാൻ കൂടുതലും ബ്ലാക്കും വൈറ്റുമാണ് യൂസ് ചെയ്യാറ്. ഇതാണ് AND ഓയിൻമെൻറ്റ്. ഇത് നമ്മൾ ടാറ്റു ചെയ്യുന്ന സമയത്ത് നീഡിലും സ്കിന്നും തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. ഇതിന് പകരം വാസലിനും യൂസ് ചെയ്യാറുണ്ട്. ഇത് ടാറ്റു ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലിക്വിഡാണ്. ഇത് ടാറ്റു ചെയ്തതിന് ശേഷം സ്കിന്നിൻ്റെ മേലെ ഒട്ടിക്കുന്ന ഒരു റാപ്പാണ്. ഇത് ടാറ്റു മെഷീനുമേ യൂസ് ചെയ്യുന്ന ഗ്രിപ്സാണ്, നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നോർമൽ ഫുഡ് റാപ്പാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ എക്യുപ്മെൻറ്റ്സും പിന്നെ വർക്ക് സ്റ്റേഷനൊക്കെ റാപ്പ് ചെയ്ത് വെക്കുന്നത് ഫോർ ഹൈജീൻ പർപ്പസ്. ഇതാണ് സ്റ്റെൻസിൽ പേപ്പർ. ഇതിലാണ് നമ്മൾ ടാറ്റു പ്രിൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ക്രീം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രിൻ്റ് ചെയ്ത ടാറ്റു നമ്മുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ ഇതാണ് ടാറ്റു പ്രിൻ്റർ. ഇതും പോർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രിൻ്ററാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെൻസിൽ പേപ്പറിൽ ടാറ്റൂസ് നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത്. ഫൈനലി നമ്മളുടെ റിംഗ് ലൈറ്റ്. ടാറ്റു ചെയ്യുന്ന സമയത്ത് ക്ലയൻസിൻ്റെ ഹാൻഡ് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഹാൻഡ് സ്റ്റാൻഡ്, പിന്നെ അതുപോലെ നമ്മൾ ട്രൈപോഡ്. ഇതൊക്കെയാണ് ഞാൻ ഇത്രയും നാളായിട്ടും ബേസിക്കായിട്ട് യൂസ് ചെയ്തുകൊണ്ട് വരുന്ന എക്യുപ്മെൻറ്റ്സ്. പിന്നെ അതുപോലെ ഞാൻ എൻ്റെ വർക്ക്സൊക്കെ റീസെൻ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ പേജ് ടാഗ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ.